സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച മുഴുവൻ നടി മഞ്ജു പിള്ളയുടെയും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവന്റെയും മകൾ ദയാ സുജിത്തിന് നേരെ നടന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചാണ്. ഒരു ബ്ലോഗർ ദയയുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. മകൾക്കെതിരെ അനാവശ്യ വിമർശനങ്ങൾ ഉയർന്നതോടെ സൈബർ ലോകത്തെ അഴുക്കുചാലുകൾക്ക് നേരെ മഞ്ജു പിള്ള മുൻപ് നടത്തിയ വളരെ ശക്തമായ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. എന്റെ കൊച്ചിനെ പറഞ്ഞാൽ പൂട്ടും, കയ്യിൽ കിട്ടിയാൽ കാല് തല്ലിയൊടിക്കും എന്ന മഞ്ജുവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്താണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ? മഞ്ജു പിള്ള അന്ന് ആർക്കെതിരെയാണ് ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ജു പിള്ളയുടെ മകൾ ദയയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങളാണ് ചില കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഷെഫീന ബീവി എന്ന ബ്ലോഗർ ദയയുടെ വസ്ത്രധാരണത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്ത് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിനിടയിലാണ് മുൻപ് വനിതാ മാഗസീന് മഞ്ജു പിള്ള നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ ആരാധകർ വീണ്ടും കുത്തിപ്പൊക്കിയത്. അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സൈബർ അക്രമികൾക്ക് മഞ്ജു നൽകിയ മറുപടി അന്നും ഇന്നും പ്രസക്തമാണ്. വിവരമില്ലാത്ത കുറെ മഞ്ഞക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരിപ്പുണ്ടെന്നാണ് മഞ്ജു പിള്ള പറയുന്നത്. വല്ലവന്റെയും ജീവിതം വിറ്റ് ജീവിക്കുന്ന ഇത്തരം ആളുകളുടേത് ഒരു തരം അസുഖമാണെന്നും അവരോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ ഏതോ ഒരു കോണിൽ മറഞ്ഞിരുന്ന മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ഇവർക്ക് എന്തു ബഹുമാനമാണ് കൊടുക്കേണ്ടത്? കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇവർ തയ്യാറാണോ എന്ന് മഞ്ജു പരസ്യമായി വെല്ലുവിളിക്കുന്നുമുണ്ട്. നമ്മൾ വെയിലത്തും മഴയത്തും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നത് പോലെ ജീവിക്കാൻ ഇവർക്ക് പറ്റില്ല. അവർക്ക് അവിടെ ഇരുന്ന് കമന്റ് ഇടാൻ മാത്രമേ അറിയൂ, പണിയെടുക്കാൻ അറിയില്ല. ഇവരുടെയൊന്നും ചെലവിലല്ല താൻ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് ഇവന്മാരുടെ ഒരു കമന്റ് കണ്ട് തന്റെ ജീവിതം കളയാൻ താനില്ലെന്നും മഞ്ജു ഉറപ്പിച്ചു പറയുന്നു. താൻ പൊതുവെ കമന്റുകൾ നോക്കാറില്ലെങ്കിലും ചിലതൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് മഞ്ജു പറയുന്നു. ഒരിക്കൽ മകൾ ദയ സുന്ദരിയായി ഒരുങ്ങി ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിന് താഴെ വന്ന ഒരു കമന്റ് മഞ്ജുവിനെ ഏറെ വേദനിപ്പിച്ചു. നിനക്ക് മഞ്ജു പിള്ളയുടെ അത്രയൊന്നും ഭംഗിയില്ല, അതുകൊണ്ട് നീ നിഗളിക്കണ്ട എന്നായിരുന്നു ഒരു വ്യാജ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്. എന്നാൽ അതിന് ദയ നൽകിയ മറുപടി വളരെ പക്വതയുള്ളതായിരുന്നു. അതെ, കാരണം അവരെന്റെ അമ്മയല്ലേ എന്നാണ് ദയ മറുപടി നൽകിയത്. ഈ സംഭവം ഓർത്തെടുത്തുകൊണ്ട് മഞ്ജു ചോദിക്കുന്നത് മകളേക്കാൾ കൂടുതൽ ആ കമന്റ് വേദനിപ്പിച്ചത് തന്നെയാണെന്നാണ്. തന്നെ സുന്ദരി എന്ന് വിളിച്ചത് കൊണ്ട് ആ കമന്റ് ഇട്ടവനോട് തനിക്ക് ആരാധനയൊന്നും തോന്നിയില്ലെന്നും കയ്യിൽ കിട്ടിയാൽ അവന്റെ കാല് തല്ലിയൊടിക്കുമെന്നാണ് മഞ്ജു രോക്ഷത്തോടെ പറയുന്നത്. മാത്രമല്ല, ഒരിക്കൽ സൈബർ സെല്ലിലെയും സോഷ്യൽ മീഡിയയിലെയും സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു വ്യാജ അക്കൗണ്ട് തപ്പിയെടുത്തപ്പോൾ അത് ആഫ്രിക്കയിലിരിക്കുന്ന ഒരു മലയാളിയായിരുന്നു എന്ന് മഞ്ജു വെളിപ്പെടുത്തുന്നുണ്ട്. മഞ്ജു പിള്ള അന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് ദയക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ്. എന്നെ പറഞ്ഞോ, എന്റെ ജോലിയെ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഞാൻ പൂട്ടും. മഞ്ജുവിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ പിന്തുണയാണ് നേടുന്നത്. നെഗറ്റീവ് കമന്റുകളിലൂടെയും അധിക്ഷേപങ്ങളിലൂടെയും ജീവിക്കുന്നവർക്ക് നേരെ നിയമപരമായും ശക്തമായും മുന്നോട്ട് പോകുമെന്ന് മഞ്ജുവിന്റെ നിലപാട് ഏറെ മാതൃകാകരമാണ്. മകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ മഞ്ജു പിള്ള എടുത്ത ഈ ശക്തമായ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.